ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എജു ടോക്സ്. നമ്മൾ ഇന്ന് 5ാം ക്ലാസ്സിലെ ഊർജത്തിൻ്റെ ഉറവകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. SCERT പോയിൻറ്റ്സിന് PSC ഇമ്പോർട്ടൻസ് നൽകുന്നത് കൊണ്ടാണ് നമ്മൾ ഇത് ഓരോ ചാപ്റ്റർ വൈസ് നമ്മളിങ്ങനെ പഠിച്ചു പോകുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കണമെങ്കിൽ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. കത്തുമ്പോൾ താപം പുറത്തു വരുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. ഇന്ധനങ്ങൾക്ക് അഥവാ ഫ്യൂവൽസ്. ഖര ഇന്ധനങ്ങൾ എന്ന് പറയുന്നതാണ് വിറക്, കൽക്കരി എന്നിവയാണ് ഖര ഇന്ധനങ്ങൾ. ദ്രാവക ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ. വാതക ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് LPG, CNG, ഹൈഡ്രജൻ. അപ്പോൾ ഖര ഇന്ധനങ്ങൾ വിറക്, കൽക്കരി. ദ്രാവക ഇന്ധനങ്ങൾ ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ. വാതക ഇന്ധനങ്ങൾ LPG, CNG, ഹൈഡ്രജൻ. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഏവിയേഷൻ ഫ്യൂവൽ. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഏവിയേഷൻ ഫ്യൂവൽ. ജ്വലനം മൂലമാണ് ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരുന്നത്. അതായത് കത്തുമ്പോഴാണ് ഇന്ധനങ്ങളിൽ നിന്ന് എന്ത് വരുന്നത്? ഊർജം പുറത്തേക്ക് വരുന്നത്. ഏതൊരു വസ്തുവും കത്താൻ ആവശ്യമായ പ്രധാന ഘടകം എന്ന് പറയുന്നത് വായുവാണ്. അത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ അടുപ്പ് കത്തിക്കണമെങ്കിൽ വായു ആവശ്യമാണ്. വിറക് കൂട്ടിയിട്ട് കത്തിച്ചാൽ ഒരിക്കലും അടുപ്പ് കത്തില്ലല്ലോ. അപ്പോൾ വായു കടക്കാനുള്ള സ്ഥലമുണ്ടെങ്കിൽ മാത്രമേ അവിടെ വിറക് കത്തത്തുള്ളൂ. അപ്പോൾ ഏതൊരു വസ്തുവും കത്താൻ ആവശ്യമായ പ്രധാന ഘടകം എന്ന് പറയുന്നത് വായുവാണ്. വായുവിലെ കത്താൻ സഹായിക്കുന്ന ഘടകമാണ് ഓക്സിജൻ. വായുവിലെ ഓക്സിജനാണ് നമ്മൾ എന്തിന് സഹായിക്കുന്നത്? കത്താൻ നമ്മെ സഹായിക്കുന്നത്. ഇന്ധനങ്ങൾ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് ഊർജം പുറത്തുവിടുന്നു. ശ്വസനത്തിലൂടെ ശരീരത്തിലെത്തുന്ന വാതകമാണ് ഓക്സിജൻ. പെട്രോളിയത്തിൽ നിന്ന് ഡീസൽ, പെട്രോൾ തുടങ്ങിയവ വേർതിരിക്കുന്ന സ്ഥാപനമാണ് പെട്രോളിയം റിഫൈനറി. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിലകപ്പെട്ടുപോയ ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് ഉണ്ടാവുന്ന ഇന്ധനമാണ് എന്ത്? പെട്രോളിയം. സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാകുന്ന ഇന്ധനമാണ് കൽക്കരി. ഓക്കെ, അപ്പോൾ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിലകപ്പെട്ടു പോയ ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഇന്ധനമാണ് എന്ത്? പെട്രോളിയം എന്ന് പറയുന്നത്. സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാകുന്ന ഇന്ധനമാണ് കൽക്കരി. ഇത് രണ്ടും മാറിപ്പോവേണ്ട. ഫോസിൽ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നതാണ് കൽക്കരിയും പെട്രോളിയവും. ഫോസിൽ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നതാണ് കൽക്കരി, പെട്രോളിയം. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഇന്ധനങ്ങൾ അറിയപ്പെടുന്നതാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഇന്ധനങ്ങൾ അറിയപ്പെടുന്നതാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ, അതായത് കൺവെൻഷണൽ എനർജി സോഴ്സസ്. പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് പെട്രോളിയം, കൽക്കരി, വിറക്. അപ്പോൾ പെട്രോളിയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നവയാണ് പെട്രോള്, ഡീസൽ, മണ്ണെണ്ണ, LPG, കീടനാശിനികൾ, പ്ലാസ്റ്റിക് ഔഷധങ്ങൾ. അപ്പോൾ പെട്രോളിയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നവ പെട്രോള്, ഡീസൽ, മണ്ണെണ്ണ, LPG, കീടനാശിനികൾ, പ്ലാസ്റ്റിക് ഔഷധങ്ങൾ എന്നിവയാണ്. എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ സ്രോതസ്സുകളാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. അതായത് എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ സ്രോതസ്സുകളാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ, അതായത് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങളാണ് സൗരോർജം, കാറ്റ്, തിരമാല. ഇത് നമ്മൾ എത്ര യൂസ് ചെയ്താലും എന്താവില്ല, തീർന്നു പോകാത്തൊരു ഊർജ സ്രോതസ്സാണ് സൗരോർജം, കാറ്റ്, തിരമാല. സൗരോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന സംവിധാനമാണ് സോളാർ സെല്ല്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സൗരോർജത്തെ വൈദ്യുതോർജമായി മാറ്റുന്ന എന്താണ്? സോളാർ സെല്ലാണ്. സോളാർ സെല്ലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകമാണ് എന്ത്? സിലിക്കൺ. സോളാർ സെല്ലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം എന്താണ്? സിലിക്കൺ ആണ്.
സോളാർ സെല്ലുകളുടെ നിര അറിയപ്പെടുന്നതാണ് സോളാർ പാനൽ. നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കാറുള്ളതാണ് സോളാർ പാനൽ. സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണമാണ് കാൽക്കുലേറ്റർ, സോളാർ തെരുവ് വിളക്ക്, സോളാർ ഹീറ്റർ, സോളാർ കുക്കർ. കാറ്റിൽ നിന്നും ഊർജോൽപാദനം നടത്തുന്ന യന്ത്രങ്ങളാണ് കാറ്റാടി യന്ത്രങ്ങൾ. കാണാറില്ലേ? കാറ്റിൽ നിന്നും ഊർജോൽപാദനം നടത്തുന്ന യന്ത്രങ്ങളാണ് കാറ്റാടി യന്ത്രങ്ങൾ. ഫിലമെൻ്റ് ബൾബുകളേക്കാൾ കുറച്ച് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ലാമ്പുകളാണ് CFL, അതായത് കമ്പാക്റ്റ് ഫ്ലോറസെൻ്റ് ലാമ്പ്. അതായത് ഫിലമെൻ്റ് ബൾബുകളേക്കാൾ കുറച്ച് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ലാമ്പുകളാണ് CFL, കമ്പാക്റ്റ് ഫ്ലോറസെൻ്റ് ലാമ്പ്. ഏറ്റവും കൂടുതൽ ഊർജ ലാഭമുണ്ടാക്കുന്ന ബൾബുകളാണ് LED, അതായത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയുന്ന LED ആണ് ഏറ്റവും കൂടുതൽ ഊർജ ലാഭമുണ്ടാക്കുന്ന ബൾബുകൾ. ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14 ഇത്രയും പോയിൻ്റാണ് നമ്മളുടെ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.